നമസ്കാരം. രാജസ്ഥാനിലെ ജോധ്പൂരിനെ നടുക്കിക്കൊണ്ട് സാമുദായിക കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. സമുദായങ്ങൾ തമ്മിലുള്ള അക്രമാസക്തമായ സംഘർഷത്തെ തുടർന്ന് 40ഓളം പേരെയാണ് നിലവിൽ രാജസ്ഥാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈദ്ഗാഹ് നടക്കുന്നതിന് സമീപം കടകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ കലാപത്തിലേക്ക് വഴി തുറന്നത്. 2 ദിവസമായി ഇവിടെ തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. തർക്കം അവസാനിപ്പിക്കാൻ പോലീസ് ആദ്യം ഇടപെട്ടു എങ്കിൽ പോലും വെള്ളിയാഴ്ച രാത്രി പ്രതിഷേധം ശക്തമായതോടുകൂടി സ്ഥിതിഗതികൾ വഷളാവുകയായിരുന്നു. സംഘർഷം രൂക്ഷമായതോടുകൂടി കല്ലേറുണ്ടായി, വസ്തുവകകൾ നശിപ്പിക്കപ്പെട്ടു. സംഘർഷത്തിൽ ഒരു കട പൂർണ്ണമായും കത്തിക്കുകയും ഒരു ട്രാക്ടർ കേടുവരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ അക്രമികളുടെ കല്ലേറിൽ 2 പോലീസുകാർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ ഈ പ്രദേശം നിരീക്ഷിക്കാൻ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രിയോടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായി എങ്കിൽ പോലും ഇപ്പോഴും പ്രദേശത്ത് അങ്ങിങ്ങായി സംഘർഷാവസ്ഥ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും വളരെ ശക്തമാണ്. ക്രമസമാധാന പാലനത്തിന് വേണ്ടി നിരവധി ഉദ്യോഗസ്ഥരെയാണ് നിലവിലിവിടെ വിന്യസിച്ചിരിക്കുന്നത്. നിലവിൽ ജോധ്പൂരിലെ ഈ സാമുദായിക കലാപം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിനായി രാജസ്ഥാൻ ഭരണകൂടവും അതിനോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. എത്ര ദിവസമായിരിക്കും ഇവിടെ നിരോധനാജ്ഞ തുടരുക, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ റദ്ദ് ചെയ്യുമോ തുടങ്ങിയ കാര്യത്തിലൊന്നും സ്ഥിരീകരണം വന്നിട്ടില്ല. എങ്കിൽ പോലും ആ പ്രദേശത്തിന്റെ സവിശേഷമായ സാഹചര്യം അനുസരിച്ച് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.